ഇനി നമ്മൾ എന്താ പറയുന്നത്, ലോജിക് മാത്രം പ്യൂർലി കൺസെപ്റ്റ് വെച്ചിട്ട് പറയുവാണെങ്കിൽ ഇത് ശരിക്കും കോഡാക്കി എഴുതുമ്പോഴേക്കും നമ്മൾ സാധാരണ ചോദിക്കുന്നത് ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാണ്ട് റിവേഴ്സ് ചെയ്ത് അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് വെച്ചിട്ട് ഒരു പ്രോപ്പർ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്തിട്ട് ആ റിവേഴ്സ്ഡ് സ്ട്രിങ് ഒരു പാലിൻഡ്രോം ആണോ അല്ലെങ്കിൽ നമ്മുടെ ഗിവൺ സ്ട്രിങ് ഒരു പാലിൻഡ്രോം ആണെന്ന് ചെക്ക് ചെയ്യാൻ പറയുക. ഓക്കെ, അപ്പോൾ സോ നോക്കിക്കേ, ഇവിടെ യൂസർ നമുക്ക് എന്താ കിട്ടുന്നത്, എന്താ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ യൂസർ എന്ത് ചെയ്യും, നമുക്കൊരു സ്ട്രിങ് തരും. സപ്പോസ് അമ്മ എന്ന് പറയുന്നൊരു സ്ട്രിങ് ആണെന്ന് വെച്ചോ യൂസർ തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രിങ് പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എസ് എന്നുള്ളൊരു വേരിയബിളിലേക്ക് എന്ത് ചെയ്യും, അമ്മ എന്നുള്ള സ്ട്രിങ്ങിനെ എടുത്ത് വെക്കും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ വാങ്ങുന്നത്, ഗെറ്റ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം, എസ് എന്നുള്ള സ്ട്രിങ് ഫില്ല് ചെയ്യാം. അപ്പോൾ അതിലേക്ക് യൂസർ തരുന്ന വാല്യൂ എന്താ, അമ്മയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യാം. ഓക്കെ, സോ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്, ഏത് ഫംഗ്ഷനാണ്, strrev. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനകത്തോട്ട് റിവേഴ്സ് ചെയ്യാനുള്ള സ്ട്രിങ്ങിനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എസ് കൊടുക്കും. ഓക്കെ, strrev ഓഫ് എസ് എന്ന് പറയുമ്പോഴേക്കും സ്ട്രിങ് എന്താവും, ഓട്ടോമാറ്റിക്കലി റിവേഴ്സ്ഡ് ആവും. ഓക്കെ, ഇനി നമുക്കപ്പോൾ കമ്പയർ ചെയ്യാനുള്ള ആളില്ല നമ്മുടെ കയ്യിൽ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഞാൻ നോക്ക്, എസ് എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്ക് ഞാൻ കൊടുക്കുന്നത് ABC ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ strrev ഓഫ് എസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എസ്സിലെ കണ്ടൻറ്റ് എന്തായി മാറും, BCA ആയി മാറും. അപ്പോൾ നമുക്ക് പാലിൻഡ്രോം ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ ആദ്യം കൊടുത്ത സ്ട്രിങ്ങും രണ്ടാമത് റിവേഴ്സ് ചെയ്ത സ്ട്രിങ്ങും എന്താവണം, സെയിം ആവണം. ഞാനൊരു കോൺസെപ്റ്റ് പറയാൻ മറന്നുപോയി. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്, AMMA എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് എഴുതിയാലും റൈറ്റ് ടു ലെഫ്റ്റ് എഴുതിയാലും എന്താണ്, സെയിം ആണ് അല്ലേ. അതായത് റിവേഴ്സ് ചെയ്ത സ്ട്രിങ്ങും നോർമൽ സ്ട്രിങ്ങും എന്തായിരിക്കണം, ഈക്വൽ ആണെങ്കിൽ നമ്മളതിന് എന്ത് പറയാം, ഒരു പാലിൻഡ്രോം എന്ന് പറയാം. അതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എസ്സിനെ തന്നെ നമ്മളെപ്പോഴും ഈ strrev എന്നുള്ള ഫംഗ്ഷനകത്ത് നമ്മൾ ഏത് പേര് കൊടുക്കുന്നോ ആ സ്ട്രിങ് എന്താവും, റിവേഴ്സ്ഡ് ആയി പോകും. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് എന്താണ്, യൂസർ തന്നിട്ടുള്ള സ്ട്രിങ്ങിനെയാണ് റിവേഴ്സ്ഡ് സ്ട്രിങ്ങുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, യൂസർ തന്നിട്ടുള്ള സ്ട്രിങ്ങിനെ നമുക്ക് സേഫ് ആയിട്ടൊരു പുതിയ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ നമുക്ക് ഈ രണ്ട് സ്ട്രിങ്ങിനകത്ത് ഒരെണ്ണത്തെ നമുക്ക് എന്ത് ചെയ്യും, ബാക്കപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചുമ്മാ എന്നൊരു വേരിയബിൾ എടുത്തു. എന്നുള്ള വേരിയബിളിനകത്ത് ഒരു ക്യാരക്ടർ അറയാണ്, സ്ട്രിങ് ആണ്. നകത്തോട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ എസ്സിനെ അങ്ങ് കോപ്പി ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്, സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരെന്താണ്, strcpy. ഇത് കോപ്പി ചെയ്യേണ്ട ആവശ്യം എന്താണ്, നമുക്ക് യൂസർ തന്നിട്ടുള്ള സ്ട്രിങ്ങും വേണം, പിന്നെ നമുക്കതിനെ എന്ത് ചെയ്യണം, നമുക്ക് റിവേഴ്സ് ചെയ്തേക്കൊരു സ്ട്രിങ് വേണം. അത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്. അതായത് എസ്സിലെ കണ്ടൻറ്റും ആറിലെ കണ്ടൻറ്റുമാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. എസ് എന്ന് പറഞ്ഞാൽ യൂസർ തന്ന ഗിവൺ സ്ട്രിങ്, നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്ട്രിങ്ങിനെ നമ്മൾ റിവേഴ്സ് ചെയ്തപ്പോൾ കിട്ടിയ സ്ട്രിങ്ങാണ് ആറെന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ സ്ട്രിങ്ങിനെ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വേരിയബിളിലേക്ക് കോപ്പി ചെയ്ത് വെച്ചു. ആ വേരിയബിളിൻ്റെ പേരെന്താണ്, ആറെന്ന് വിളിച്ചു. ഇനി ഞാൻ ആറിനെയാണ് എന്ത് ചെയ്യുന്നത്, റിവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ എസ് സേഫായിട്ട് അവിടെ ഇരുന്നോളുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, strrev ഓഫ് എന്ത് കൊടുത്തു, 6 കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ നകത്തുള്ള സ്ട്രിങ് എന്താവും, റിവേഴ്സ്ഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെക്ക് ചെയ്യേണ്ട എന്താ, 6ഉം എസും ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരെന്താ, strcmp ഓഫ് ആരെയൊക്കെ കമ്പയർ ചെയ്യേണ്ടത്, ആറിനെയും എസിനെയും. RS എന്നോ SR എന്ന് കൊടുത്താലും ഒരു തെറ്റില്ല. strcmp ഓഫ് ആർക്കും എസ് കൊടുക്കും. അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ബോത്ത് ആർ ഈക്വൽ. രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഇതൊരു പാലിൻഡ്രോം ആണ്. നമ്മുടെ ഗിവൺ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പാലിൻഡ്രോം ആണ്. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഗിവൺ സ്ട്രിങ് എന്താണ്, നോട്ട് എ പാലിൻഡ്രോം. നമ്മുടെ ഗിവൺ സ്ട്രിങ് എന്താണ്, ഇറ്റ്സ് നോട്ട് എ പാലിൻഡ്രോം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, നമുക്ക് രണ്ട് പാലിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്തിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്ത് നോക്കണം ഇനീഷ്യൽ സ്ട്രിങ്ങുമായിട്ട്. അപ്പം റിവേഴ്സ്ഡ് സ്ട്രിങ്ങും റിവേഴ്സ് ചെയ്യാത്ത സ്ട്രിങ്ങും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, പാലിൻഡ്രോം എന്ന് പറയും. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി രണ്ട് വേരിയബിൾസ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ യൂസർ തന്ന വാല്യൂവിനെ നമ്മുടെ എസ്സിലും എടുത്ത് വെച്ചു. ഇനി റിവേഴ്സ് ചെയ്യാനുള്ള വാല്യൂവിനെ ഞാൻ ആറിലും കീപ്പ് ചെയ്തു. അപ്പം ആറിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, റിവേഴ്സ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ എസ്സിൻ്റെ ഒരു കോപ്പി തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ആറിലേക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്ത ഫംഗ്ഷനാണ് strcpy. strcpy ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും, നമ്മുടെ ഈ റൈറ്റിലുള്ള വാല്യൂവിൻ്റെ ഒരു റെപ്ലിക്ക എവിടെ വരും, ഇവിടെ പുതിയൊരു സ്ട്രിങ്ങിൽ വരും, പുതിയൊരു വേരിയബിളിൽ വരും, ആറിൽ വരും. എന്നിട്ട് അതിനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്തിട്ട് ആ റിവേഴ്സ്ഡ് സ്ട്രിങ്ങും നമ്മുടെ കയ്യിലിരുന്ന പഴയ സ്ട്രിങ് എസും സെയിം ആണെന്ന് ചെക്ക് ചെയ്യും. നമുക്ക് പ്രോഗ്രാമിലോട്ട് പോകാം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഹാഷിങ്ങിലൂടെ എസ്റ്റിഡേറ്റ് അടച്ചു കൊടുത്തു. ഒരു സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സ്ട്രിങ് കോപ്പി, സ്ട്രിങ് കമ്പയർ, സ്ട്രിങ് റിവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഹെഡർ ഫയലാണ് string.h. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് രണ്ട് സ്ട്രിങ്സ് വേണം. ഒരെണ്ണം നമ്മുടെ ഒറിജിനൽ സ്ട്രിങ്ങും ഒരെണ്ണം റിവേഴ്സ് ചെയ്യാനുള്ള സ്ട്രിങ്ങും. ഓക്കെ, അതായത് കോപ്പി ചെയ്തിട്ട് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത് ആറിനെയാണ്.
നമ്മൾ എന്ത് ചെയ്തു, ആദ്യം സ്ട്രിങ്ങിനെ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഗെറ്റ്സ് വഴി നമ്മൾ സ്ട്രിങ്ങിനെ റീഡ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സ്ട്രിങ്ങിനെ നമ്മൾ ആറിലോട്ട് റിവേഴ്സ് ചെയ്യാനുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് strcpy. ആ കോപ്പി ചെയ്ത വാല്യൂ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്, ആറിൽ ഇരിപ്പുണ്ട്. നമ്മുടെ ഗിവൺ സ്ട്രിങ് സേഫായിട്ട് എസ്സിൽ ഇരിപ്പുണ്ട്. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യണം, ആറിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. strrev കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. ആരെ തമ്മിലാണ്? റിവേഴ്സ്ഡ് സ്ട്രിങ്ങിനെയും ഇനീഷ്യൽ സ്ട്രിങ്ങിനെയും, അതായത് ആറും എസും തമ്മിൽ കമ്പയർ ചെയ്തു. ആറും എസും ഈക്വൽ ആണെങ്കിൽ, strcmp ഓഫ് r, s ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? രണ്ട് സ്ട്രിങ്സും ഈക്വൽ ആണ്. ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പാലിൻഡ്രോം. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നോട്ട് പാലിൻഡ്രോം. ഞാൻ ചുമ്മാ ഇഫിന് മാത്രം ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ വി വിൽ ബി എൻഡിങ് ദ മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാം. സിമ്പിളാണ്, ജസ്റ്റ് നോക്കിയിട്ട് പോവുക.